ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? തൊഴിലിടങ്ങളിൽ, പൊതുവിടങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണ്. ഈ പറയുന്ന പോലെ എല്ലാവരും ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ തന്നെ പലപ്പോഴും ബോഡി ലാംഗ്വേജിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഞാൻ അത്ര ഓക്കെ അല്ല, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, ഇതൊക്കെ തന്നെ നമുക്ക് ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഒരാളുടെ നോയും ബോഡി ലാംഗ്വേജിലൂടെ പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത് പ്രധാനമായും നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പിലും മറ്റു കാര്യങ്ങളിലും ഒക്കെയാണ്. ഈ പറയുന്ന പോലെ എതിരെ നിൽക്കുന്ന ആൾ ഭയങ്കര സ്നേഹത്തോടെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എതിരെ നിൽക്കുന്ന ആൾ ആ ഒരു സെൻസിൽ അത് എടുത്തെന്ന് വരില്ല. കംഫർട്ടബിൾ അല്ലാതിരിക്കുക എന്നതിൻ്റെ അർത്ഥം എതിരെ നിൽക്കുന്ന ആൾ മോശമാണെന്നോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾ അത് മോശമായ രീതിയിലാണ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നുമല്ല. ആ രീതിയിൽ ഒന്നും തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ പ്ലസ് കൺസെൻറ്റ്, ഈ രണ്ടും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ ഈ തരത്തിലുള്ളൊരു ഓക്വേർഡ് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീഡിയോ തന്നെ നല്ല രീതിയിൽ വൈറലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തൊക്കെ കമൻറ്റുകളാണ് രസകരമായി ഇനി വരാനിരിക്കുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയാം.